അപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു 50,000 രൂപ. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പലചരക്കടയിൽ കൊടുക്കണം, പാലുകാരന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, മീറ്റ് മേടിക്കണമെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അവിടെ കൊടുക്കണം, മീൻകാർക്ക് കൊടുക്കണം, ഒരുപാട് ഒബ്ലിഗേഷൻസ്. ഇത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന് മുറി അടച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറയുവാണ് ദേ 50,000 രൂപ പോക്കറ്റിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് 50, ഒറ്റ പൈസ ഇല്ല, കണ്ടാന്നേ. പക്ഷെ വാതിൽ തുറക്കാൻ പറ്റില്ല. എൻ്റെ വാതിൽ തുറന്നാൽ പലചരക്കടക്കാരൻ നിൽക്കുകയാണ്, പാലുകാരൻ നിൽക്കുകയാണ്, പത്രക്കാരൻ നിൽക്കുകയാണ്, മീൻ കൊണ്ടുവന്ന ചേച്ചി വരെ അവിടെ നിൽക്കുകയാണ് വാതിക്ക്. ഇതാണ് ഈ ബാക്കി ഖജനാവിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇതാണ് ബാക്കി വെച്ചേക്കുന്നത് പറഞ്ഞത്. എന്നാൽ ബാക്കി വെച്ചാൽ 3-ാം ഗഡു കൊടുത്തിട്ട് പോയിരുന്നില്ലേ? ഏറ്റവും SC/ST കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പോയിരുന്നില്ലേ? സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തുകയാണ്, അത് കൊടുത്തില്ല. 3-ാം ഗഡു കൊടുത്തില്ല. മരുന്ന് മേടിക്കാനുള്ള കാശ് KMCSL കൊടുക്കാൻ പാടില്ലായിരുന്നു, അതും കൊടുത്തില്ല. ഒടുക്കത്തെ വിലക്കയറ്റമാണ് കേരളത്തിൽ. 2,893 കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈകോയ്ക്ക്. മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസിയാണ്, കൊടുത്തില്ല. അപ്പം ഇത് ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ഈ ട്രഷറി ബാലൻസ്. മനസ്സിലായത്? ഇത്രയും ബാധ്യത വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രഷറിയുടെ കണ്ടില്ലേ ആ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അവസാനത്ത് നോക്കിയാൽ 2024-25 10 മാസം നെഗറ്റീവായിരുന്നു. ഏത് ട്രഷറി പൈസ ഉണ്ടായില്ല 12 മാസത്തിൽ. കഴിഞ്ഞ വർഷം 7 മാസം നെഗറ്റീവായിരുന്നു ഈ തുക. ഇപ്പോൾ ഇത് അവസാനം 16-ാം തീയതി 2,212 കോടിയാണ്. അപ്പോൾ അത്രയും നമുക്ക് ഒബ്ലിഗേഷൻസ് ഉണ്ട്, ഡെറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വെറുതെ ആളുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി പറയുകയാണ്.